വീര്യം കുറഞ്ഞ മദ്യം വീര്യം കെട്ട നയം എന്നാണ് സമസ്തയുടെ മുഖപത്രത്തിൽ നമ്മുടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുടെ മദ്യനയത്തെ കുറിച്ച്, അതായത് വീര്യം കുറഞ്ഞ മദ്യനയത്തെ കുറിച്ച് സമസ്ത പടച്ചു വിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ വി.ഡി. സതീശൻ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ വർഷം, അതായത് നമ്മളുടെ ബാറിന്റെ സമയം 12 മണി തൊട്ട് 12 മണി വരെ ആക്കിയതിൽ ഏറ്റവും കൂടുതൽ രോഷം പ്രകടിപ്പിച്ചവരാണ് പ്രതിപക്ഷത്തു നിന്ന് ഈ വി.ഡി. സതീശനും മറ്റു ടീംസും. പക്ഷെ ഇപ്പോൾ ഇവർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ ആദ്യമേ തന്നെ നടപ്പാക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യമാണ്. അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവാണ്. ഈ നികുതി ഇളവിനെ ചോദ്യം ചെയ്തിട്ടാണ് കെ.സി. വേണുഗോപാലും അതേപോലെ സമസ്തയും മുസ്ലിം ലീഗിലെ ശിഹാബ് തങ്ങളും എല്ലാം രംഗത്ത് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവരെല്ലാം പറയുന്നത് സതീശൻ ആരോടും ആലോചിച്ചിട്ടില്ല, മന്ത്രിസഭാ യോഗത്തിൽ ഒരു ഔദ്യോഗിക തലത്തിൽ ഇതൊരു ചർച്ച നടന്നിട്ടില്ല, ഇതൊരു വൺ മാൻ ഷോ പോലെയുള്ള അഭിപ്രായമാണ് പറഞ്ഞതെന്നാണ് ഇപ്പോൾ ഒരു വിഭാഗം വിമർശകർ ഉയർന്നുകൊണ്ട് വരുന്നത്. ഇപ്പോൾ ജിൻഡോ ജോർദാനെ പറയുന്നുണ്ട്, ശരിക്കും ഇത് ഇങ്ങനെ ഒരു വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നടത്തുന്നതിന്റെ കാര്യം എന്താണെന്നാണ്. നമുക്ക് 2011 അധികാരത്തിൽ കയറിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മദ്യനയവും ഇപ്പോഴത്തെ വി.ഡി. സതീശൻ സർക്കാരിന്റെ മദ്യനയത്തെ കുറിച്ച് ചെറുതായിട്ട് ഒന്ന് താരതമ്യം ചെയ്യാം. ഇതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം പിണറായി വിജയന്റെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയ മദ്യനയത്തിന്റെ കണക്കും കൂടി നമുക്കൊന്ന് സൂചിപ്പിക്കാം. എന്തുകൊണ്ടെന്നാൽ ചിലതൊക്കെ ഓർമ്മിപ്പിക്കേണ്ടത് കാലത്തിന് ആവശ്യകതയാണ്. കാരണം ഇപ്പോൾ ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പദ്ധതികൾ എന്താണോ അതേ പദ്ധതികൾ തന്നെ ഞങ്ങൾ നടപ്പാക്കും എന്നാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മദ്യനയത്തിന് എതിരായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ. കാരണം ഇപ്പോൾ കുത്തനെയുള്ള ബാറുകളെല്ലാം കൂടിയ സമയത്ത് കഴിഞ്ഞ, അതായത് 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തില് 5 നക്ഷത്ര ഹോട്ടലുകൾക്ക് മാത്രമാണ് ബാർ ലൈസൻസ് അനുവദിച്ചത്. മറ്റ് ബാർ ഹോട്ടലുകളുടെ ലൈസൻസുകൾ പുതുക്കിയില്ല. ഏകദേശം 700ഓളം ബാറുകൾ അടച്ചു പൂട്ടേണ്ടി വന്നു. ഞായറാഴ്ചകളിൽ ബെവ്കോ ഔട്ട്ലെറ്റുകളും ബാറുകളും അടച്ചിടാൻ തീരുമാനിച്ചു. ഘട്ടം ഘട്ടമായി മദ്യ ലഭ്യത കുറച്ച് പൂർണ്ണ മദ്യ നിരോധനത്തിലേക്ക് നീങ്ങുക എന്നതായിരുന്നു നയം. ഇതെല്ലാം നടപ്പാക്കിയത് നമ്മളുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് തന്നെ നമ്മളുടെ അന്നത്തെ മന്ത്രിയായ കെ ബാബുവും അതേപോലെ മാണിയും എല്ലാം ഒരു കേസില് പെട്ട് കുടുങ്ങി കിടക്കുകയായിരുന്നു. ഇടക്കാലം കൊണ്ട് മന്ത്രിസഭ ഒന്ന് പിടിച്ചു കുലുങ്ങിയ വിഷയമുണ്ടായിരുന്നു. സോളാർ കേസ് അല്ല നമ്മൾ പറയുന്ന, മദ്യത്തിന്റെ തന്നെ മറ്റൊരു കേസാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിന്റെ പരിണിത ഫലമായിട്ടാണ് നമ്മളുടെ മന്ത്രിയായ കെ ബാബുവും തൃപ്പൂണിത്തുറ MLA ആയ കെ ബാബുവും 2011 ശേഷം 2016 വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ തോറ്റ് പരാജയപ്പെട്ടതും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബാറുകളുടെ ഈ ഒരു വിഷയത്തെ, അതായത് 2014 പുതിയ മദ്യനയം എന്നാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ 2014 പുതിയ മദ്യനയം പ്രഖ്യാപിച്ചത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം കേരളത്തെ ഘട്ടം ഘട്ടമായി 10 വർഷത്തിനുള്ളിൽ മദ്യവിമുക്ത സംസ്ഥാനമാക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 700ഓളം ബാറുകൾ അടച്ചുപൂട്ടിയത്. ബാർ ലൈസൻസ് കൊടുക്കുന്നത് 5 പഞ്ചനക്ഷത്ര, അതായത് 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമാണ് ബാർ ലൈസൻസ് അനുവദിച്ചത്. ഇതെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അന്ധകാലത്തിലെ നയങ്ങളാണ്. ഇനി ഇത് മാറി 2016 മുതൽ തുടർഭരണം 2021 പിണറായി വിജയന്റെ യുഗമായിരുന്നു. ആ യുഗത്തില് എന്താണ് സംഭവിച്ചതെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആ ഒരു സമയത്താണ് 2017 5 നക്ഷത്ര ഹോട്ടലുകൾക്ക് മാത്രമെന്ന നിയന്ത്രണം ഒഴിവാക്കി 3 നക്ഷത്ര ഹോട്ടലുകൾക്കും ബാർ ലൈസൻസ് അനുവദിച്ചു. 5 എന്നുള്ളത് 3 ആക്കിയിട്ട് ബാർ ഹോട്ടലുകൾക്ക്, അതും 3 സ്റ്റാർ, ശ്രദ്ധിക്കണം, 3 സ്റ്റാർ ഹോട്ടലുകൾക്കും ബാർ ലൈസൻസ് അനുവദിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമായിരുന്നു ലൈസൻസ് അനുവദിച്ചതെങ്കിൽ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ 2017 5 നക്ഷത്ര ഹോട്ടലുകൾക്ക് മാത്രമെന്ന നിയന്ത്രണം ഒഴിവാക്കി 3 സ്റ്റാർ ഹോട്ടലിനും ബാർ ലൈസൻസ് അനുവദിക്കുകയും ചെയ്തു. ഇനി രണ്ടാമത്, അടച്ചുപൂട്ടിയ ചില ബെവ്കോ ഔട്ട്ലെറ്റുകൾ വീണ്ടും തുറന്നു. എന്താണോ അടച്ചത് അതെല്ലാം തുറന്നു. പക്ഷെ ഇതിന് ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? 2011 അവസാന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഈ മദ്യനയത്തിനെതിരെ ഇവരുടെ, അതായത് 2016 ഇലക്ഷന്റെ സമയത്ത് നമ്മുടെ പ്രമുഖ നടിയായ അന്തരിച്ചു പോയ, നമ്മളിന്ന് വിട്ടകന്നു പോയ KPC ലളിത എന്ന ഒരു നടി,
ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതും വേറൊന്നും കൊണ്ടല്ല, ഇലക്ഷൻ പ്രചാരണമാണ്. മദ്യനയത്തിന് എതിരെയുള്ള ഇലക്ഷൻ പ്രചാരണത്തിൽ അഭിനയിച്ചത് KPSC ലളിതയായിരുന്നു. ആ ഒരു മദ്യനയത്തിന്റെ ഒരു പരസ്യം നമുക്കിപ്പോൾ കണ്ടിട്ട് വരാം. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. കൂടാതെ മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. നിങ്ങളുടെ വോട്ട് LDFന് തന്നെ നൽകുക. LDF വരും, എല്ലാം ശരിയാകും. കണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെ മദ്യനയത്തിന് ഞങ്ങൾ എതിരാണ്, സ്ത്രീകൾ ഇനി കരയുകയില്ല എന്ന് പറഞ്ഞ അധികാരത്തിൽ കയറിയ ഇവർ എന്താണ് ഈ കാട്ടിക്കൂട്ടിയത്? ശരിക്കും ഉമ്മൻചാണ്ടി സർക്കാർ എന്താണോ ചെയ്തത് അതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ. അതായത് മന്ത്രിസഭയുടെ കാലാവധിയൊക്കെ കഴിഞ്ഞു, ജനങ്ങൾ കടക്ക് പുറത്തെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ കടക്ക് പുറത്ത് നിന്ന് പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചില കണക്കുകൾ എടുത്തു നോക്കാതിരിക്കാൻ കഴിയുകയില്ല. ഇനി IT പാർക്കുകളിൽ പ്രത്യേക ലൈസൻസോട് കൂടി മദ്യം ലഭ്യമാക്കാനുള്ള തീരുമാനങ്ങളും ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി നയത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതൊന്നും മദ്യനയത്തിന് ഞങ്ങൾ എതിരാന്ന് പറഞ്ഞ ടീമാണ് ഇത്രയും ലൈസൻസും കൊടുത്തു. ഇനി IT പാർക്കുകളിൽ പ്രത്യേക ലൈസൻസോട് കൂടി മദ്യം ലഭ്യമാക്കാനുള്ള തീരുമാനങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്തു. ബഹുഗേമം തന്നെയാണ്. ഇനി 2023-24 മദ്യനയത്തിൽ കള്ള് ഉൽപാദന പ്രോത്സാഹനവും കേരളത്തിനുള്ളിൽ ബിയറും വിദേശ മദ്യവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കൽ, പുതിയ ബ്രൂവറി പദ്ധതികൾക്ക് അനുകൂല നിലപാട് എന്നിവയും ഉൾപ്പെടുത്തി. ഏറ്റവും അവസാനമായിട്ട് ഈ UDF സർക്കാർ, അതായത് ഏറ്റവും അവസാനമായിട്ട് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന UDFന് അരിശം വന്നത് വേറൊന്നുമല്ല, ബാറിന്റെ സമയം അങ്ങ് കൂട്ടിയതും കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാം പ്രതിപക്ഷത്തിരിക്കുന്ന ഇവരെല്ലാം രംഗത്ത് വന്നിരുന്നു. കേരളത്തിലുള്ളവരെ കുടിയന്മാരാക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു കാട്ടിക്കൂട്ടൽ? മദ്യനയത്തിനെതിരാണെന്നോ ഒരു മദ്യവർജനമാണ് നമുക്ക് ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞ് ഇലക്ഷൻ പ്രചാരണ സമയത്ത് ഘോരഘോരം പ്രസംഗിച്ചവർ എന്തിനാണ് ഇപ്പോൾ ബാറിന്റെ സമയം കൂട്ടിയിരിക്കുന്നതെന്നാണ് ചോദിച്ചത്. സമയത്ത് കൊണ്ടുവന്ന അജണ്ട, അതായത് മദ്യവർജനം എന്ന് പറഞ്ഞു വന്നവർ മദ്യം തന്നെ വിളമ്പാനായിട്ടും സമയം കൂട്ടി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. എന്നിട്ട് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന VD സതീശൻ സർക്കാർ, അതായത് 2026 മെയ് 4 റിസൾട്ട് വന്നപ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ കയറിയ VD സതീശൻ സർക്കാരിന്റെ മന്ത്രിസഭ ഇപ്പോൾ എടുത്ത തീരുമാനം എന്താണെന്നോ? വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു നികുതി ഇളവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? കാരണം ബാറുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടും അടച്ചുപൂട്ടിയും ലൈസൻസ് ഇത്ര മാത്രം വേണം, കർശനമായിട്ട് 5 സ്റ്റാർ ഹോട്ടൽ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അതേ പാത പിന്തുടരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയ ഈ ഒരു മന്ത്രിസഭയ്ക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. ശരാശരി ഒരു വാർത്ത കാണുന്ന ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതാണോ യഥാർത്ഥത്തിൽ മദ്യനയം? ഇതാണോ ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ച മദ്യ വിമുക്ത കേരളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VD സതീശന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇപ്പോൾ VD സതീശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെതിരെ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് വെച്ചാൽ KC വേണുഗോപാൽ രംഗത്ത് വന്നിട്ട്, സമസ്ത രംഗത്ത് വന്നിട്ട്. സമസ്ത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറുവാക്ക് VD സതീശൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സമസ്ത ഡയറക്റ്റ് പറയുകയും ചെയ്തു. സമസ്തയുടെ പത്രമായ മുഖപത്രത്തിൽ ഇത് ലേഖനം വരെ വരികയും ചെയ്തു. വീര്യം കെട്ട നയം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ എന്താകുമെന്ന് കണ്ട് തന്നെ അറിയണം. എത്ര വിചിത്രമാണ് നമ്മുടെ കേരളത്തിലെ മദ്യനയം. ഓന്ത് നിറം മാറുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മദ്യവർജനം, ഭരണപക്ഷത്തിരിക്കുമ്പോൾ മദ്യം വാരി കോരി വിളമ്പുന്നു. ഇതാണ് കേരളത്തിലെ ജനങ്ങൾ കഴുതകളാകുകയാണോ എന്നാണ് ഇനി നമുക്ക് അറിയാൻ പാടില്ലാത്ത. ഇനിയെങ്കിലും ഇവരുടെ ഈ ഒരു വാഗ്ദാനങ്ങൾ വീഴാതിരിക്കുക എന്ന് മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്.